CUET UG വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയ്ക്കുള്ള ആപ്ലിക്കേഷൻ UG ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് അതിന്റെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ജൂലൈ 10 മുതൽ 17 വരെയാണ് ആപ്ലിക്കേഷൻ സമയം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് ജനറൽ OBC അതുപോലെ തന്നെ EWS കാറ്റഗറീസിന് 500 രൂപയാണ്. പിന്നെ എന്താ പറയുക, ഓരോ കോഴ്സിനും അഡീഷണൽ ആയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. SC ST കാറ്റഗറീസിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂലൈ ആണ്. ഇനിയിപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 ജൂലൈ വരെ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം അതിന്റെ പ്രൊവിഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യും യൂണിവേഴ്സിറ്റി. അതിനുശേഷം 23 ജൂലൈ 2026 ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഔട്ട് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ വെബ്സൈറ്റ് CUKerala.ac.in എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ വർഷം പുതുതായി 2 പുതിയ കോഴ്സുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടി നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പുതുതായി വന്ന കോഴ്സുകളിലുള്ളത് BSc ഹോണേഴ്സ് ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് എങ്ങനെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റിൽ ഫിസിക്സ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രി, അല്ലെങ്കിൽ ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടാതെ മാത്സ് കൂടെ ഇതിൽ എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ പിന്നെ വരുന്നത് BSc ഹോണേഴ്സ് ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഫിസിക്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ മാത്സ് എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ക്രൈറ്റീരിയയിൽ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന കോഴ്സാണ് നമ്മൾ മുമ്പുള്ള കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BCA ഹോണേഴ്സ് ആണ്. BCA ഹോണേഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, ഡൊമൈൻ സബ്ജക്റ്റിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അത് എഴുതിയിരിക്കണം ഡൊമൈനിൽ. ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കൂടി എഴുതിയിരിക്കണം BCA ഹോണേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ. BCom ഹോണേഴ്സ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിന് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എടുക്കണം. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ അക്കൗണ്ടൻസി അതുപോലെ തന്നെ ബിസിനസ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഈ 3 ഏതെങ്കിലും ഡൊമൈൻ എഴുതിയാൽ മതി. പിന്നെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് BSc ഹോണേഴ്സ് ബയോളജി ആണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ബയോളജി അല്ലെങ്കിൽ എന്താ പറയുക കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് എഴുതിയിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ കൂടാതെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. പിന്നെ വരുന്നത് BA ഹോണേഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഇതിന്റെ ക്യാമ്പസ് വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ മെയിൻ ക്യാമ്പസ് വരുന്നത് കാസർഗോഡാണ്. ഈ ഒരു BA ഹോണേഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസ് പറയുന്ന കോഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിരിക്കണം, പിന്നെ കൂടാതെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റും കൂടി എഴുതിയിരിക്കണം എന്നതാണ് ഇതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ CUKerala.ac.in എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് CU കേരളയുടെ UG ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ വർഷം ഈ ഒരു 4-5 കോഴ്സുകളിലായിട്ട് ഏകദേശം 500-നടുത്ത് സീറ്റ്സ് ആണ് ഉള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് പേര് എന്താ പറയുക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ ഇതിന്റെ ഒരു വെബ്സൈറ്റിൽ പോയാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് CUET UG 2026 എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.